ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു CSV ഫയൽ കൺവേർട്ട് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റുക. എന്നിട്ടായി ഒബ്ജക്റ്റിന്, അതായത് കൺവേർട്ട് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ എങ്ങനെയാണ് മെറ്റീരിയൽ UIൻ്റെ ഡാറ്റ ഗ്രിഡ് കോമ്പണൻറ്റിൽ ലോഡ് ചെയ്യുക. ഇതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് വിത്ത് എ സാമ്പിൾ പ്രോജക്റ്റ്. അപ്പം വീഡിയോ എൻഡ് വരെ കാണുക. ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആക്ച്വൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് CSV, അത് എവിടെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണെന്ന് ചുമ്മാ ഒരു 3-4 സ്ലൈഡ് ഒന്ന് നോക്കാം. അപ്പം എന്താണ് CSV? CSV stands for comma separated values. Is a simple file format used to store tabular data in plain text. അതായത് നിങ്ങൾ ടാബിളിലൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് എക്സൽ ഷീറ്റ്, സ്പ്രെഡ് ഷീറ്റിലൊക്കെ നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യുക എങ്ങനെയാണ്? കോളം വൈസും റോ വൈസും, അങ്ങനെയല്ലേ? ഇതേ ഫോർമാറ്റിൽ എങ്ങനെയാണ് പ്ലെയിൻ ടെക്സ്റ്റിൽ നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യുക? അതിനെയാണ് CSV എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നെയിം, ഏജ്, ലൊക്കേഷൻ, അത് ഫസ്റ്റ് റോ. പിന്നെ സെക്കൻഡ് റോയിൽ അതിൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ റോ, അതായത് റോ 1 ഇവിടെ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തതും മൂന്നാമത്തതും ആ ഹെഡിങ്ങിൻ്റെ വാല്യൂസ് ആണ്. ഈ റോ 2 പറഞ്ഞാൽ ഒന്നാമത്തെ എൻട്രി, റോ 3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എൻട്രി. ഇതേ സെയിം രീതിയിലല്ലേ നിങ്ങൾ എക്സലിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക? എക്സൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താവും? നെയിം, ഏജും ലൊക്കേഷനും കോളം നെയിം ആവും. അതിൻ്റെ വാല്യൂസ് ഓരോ റോയിലും നിങ്ങൾ ഫീഡ് ചെയ്യും. അതേപോലെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ, പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് CSV ഫോർമാറ്റ് എന്ന് പറയുക. ഓക്കെ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാനതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തുകൊണ്ട് CSV? നമുക്ക് സ്പ്രെഡ് ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബട്ട് വൈ CSV? അപ്പം ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു 3 അഡ്വാൻറ്റേജ് മാത്രമാണ് ഞാൻ ഇവിടെ പിക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ അഡ്വാൻറ്റേജസ് പല യൂസ് കേസിൽ CSV ഫയൽ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു കോമൺ ആയിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രം ഇവിടെ ഇപ്പം നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം സിംപ്ലിസിറ്റി. അതായത് ഇത് ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ സോഫ്റ്റ്വെയർ വേണ്ട ഈ ഒരു ടൈപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ സിസ്റ്റത്തിലും അല്ലെങ്കിൽ എല്ലാ PC-യിലും നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന ഒരു ടൂളാണ് നോട്ട് പാഡ്. അപ്പം നോട്ട് പാഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു CSV ഫയൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞത്. നോ അഡീഷണൽ ടൂൾ റിക്വയർഡ് സിൻസ് ഇറ്റ്സ് ജസ്റ്റ് എ പ്ലെയിൻ ടെക്സ്റ്റ്. ഇനി രണ്ടാമത്തെ കാര്യം പോർട്ടബിൾ ആണ്. എന്തുകൊണ്ടാണ് പോർട്ടബിൾ? എല്ലാ സോഫ്റ്റ്വെയർസിലും, അപ്പോൾ സോഫ്റ്റ്വെയർസ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ PC-യിൽ ഉണ്ട് എങ്കിൽ CSV ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ബൈ ഡിഫോൾട്ട് ആ സോഫ്റ്റ്വെയർ CSV ഫയൽ സപ്പോർട്ട് ചെയ്യും. CSV ഫയൽ ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഒരു CSV ഫയൽ നിങ്ങൾക്ക് എക്സൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ ഡാറ്റകൾ കോളം വൈസും റോ വൈസും ബൈ ഡിഫോൾട്ടായിട്ട് കാണാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എന്താ പറയുക, പാഴ്സിങ്ങോ കൺവേർഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്റ്റൻഷനോ പ്ലഗിനോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം പോർട്ടബിൾ ആണ്. വേറൊരു കാര്യം, ലൈറ്റ് വെയ്റ്റ്. നിങ്ങൾക്ക് ലാർജ് നമ്പർ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് എന്താ പറയുക ഡാറ്റകളുണ്ട്. ഇപ്പം ബില്യൺസ് ഓഫ് ഡാറ്റ, അങ്ങനെ ലാർജ് ഹ്യൂജ് സൈസുള്ള ഡാറ്റകൾ നിങ്ങളിപ്പം എക്സൽ ഫയലോ അല്ലെങ്കിൽ JSON ഫോർമാറ്റിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ആ ഫയലിൻ്റെ സൈസ്
കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ CSVയിൽ ആ സെയിം ഡാറ്റ വരുന്നതുകൊണ്ട് ടെക്സ്റ്റ് ഫയൽ ആയതുകൊണ്ട് തന്നെ ആ ഫയലിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ചെറുതായിരിക്കും. എക്സലിനെയും ജെയ്സണെയും കമ്പയർ ചെയ്യുമ്പോൾ CSV ഫയൽ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ ഫയൽ സൈസ് ചെറുതാകുന്നത് കൊണ്ട് തന്നെ അവിടെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എന്തെങ്കിലും അപ്ലിക്കേഷനൊക്കെ എന്താ പറയുക ബിൽഡ് ചെയ്യാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും CSV ഫയൽ റീഡ് ചെയ്യണമെന്നെങ്കിലൊക്കെ നിങ്ങൾക്കത് കുറച്ചുകൂടി എന്താ പറയുക എഫിഷ്യൻ്റ് ആയിരിക്കും. മെമ്മറിയും കാര്യങ്ങളൊക്കെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജ് അതുകൊണ്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് CSVനെ കുറിച്ച് എന്താ പറയുക ഒരു ജനറിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മളുടെ സാമ്പിൾ പ്രൊജക്റ്റിലേക്ക് പോകാം. അപ്പം ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് റിയാക്റ്റിൽ ഞാൻ ചെയ്ത പ്രൊജക്റ്റ്. ഇവിടെ ഒരു അപ്ലോഡ് ബട്ടൺ ഉണ്ട് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ ഇത് മെറ്റീരിയൽ UIൻ്റെ ഡാറ്റ ഗ്രിഡ് കോമ്പണൻ്റ് ആണ്. ഡാറ്റ ഗ്രിഡ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ അത് ടേബിളാണ്. ഓക്കെ, അപ്പം അത് കാണണമെങ്കിൽ ഇവിടെ MUIൻ്റെ അവിടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞ കോമ്പണൻറ്റിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെയിം സാധനം ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ റോസും കോളംസും ഒന്നുമില്ല, കാരണം ഞാൻ ഡാറ്റ ലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെയാണ് CSV ഫയൽ ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ ഗ്രിഡ് കോമ്പണൻറ്റിലേക്ക് ലോഡ് ചെയ്യുക. നിങ്ങൾ ഇവിടെ അപ്ലോഡ് CSV ക്ലിക്ക് ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ സാമ്പിൾ. ഇത് 1000 എൻട്രീസ് ഉണ്ട് ഇതിൽ. ടോട്ടൽ റോസ് എനിക്കുള്ളത് 1000 ടോട്ടൽ റോസ് 1001 അതിൽ ഒന്നാമത്തെ റോ നമ്മൾ ഹെഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യും, ബാക്കിയെല്ലാം റോസ് ആണ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഡാറ്റയാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിൽ ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോഡിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം ഡാറ്റ ഇവിടെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തത്. അതിനനുസരിച്ച് അത് കണ്ടിട്ട് നമുക്ക് കോഡിലേക്ക് പോകാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ അപ്ലോഡ് CSV കൊടുക്കും. ഇവിടെ ഞാൻ ആ CSV ഫയൽ ചൂസ് ചെയ്യും. ഓപ്പൺ കൊടുത്തു. നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ ഇവിടെ 1000 ഡാറ്റയും ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കോമ്പണൻറ്റിൻ്റെ എല്ലാ എന്താ പറയുക സബ് കോമ്പണൻറ്റ്, അതായത് പേജിനേഷൻ പാർട്ട്, അതേപോലെ ഈ ഡ്രോപ്പ് ഡൗൺ, ഈ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് ഈ MUIൻ്റെ ഈ ഡോക്യുമെൻറ്റേഷനിൽ പോവുക. ഇതിൻ്റെ API സെക്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത എന്താ പറയുക ഓരോ കോമ്പണൻറ്റിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയുക പ്രോപ്സ്, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഒന്നൊക്കെ പോയി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി കാണാം 1000 ഡാറ്റ ഉണ്ട്. ഇവിടെ പേജിനേഷൻ എനേബിൾ ആണ്. ഓരോ ഡാറ്റയിലും എനിക്ക് ഇങ്ങനെ പോകാം. ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ഓക്കെ, അതിന് ഞാൻ ഇവിടെ VS കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. VS കോഡിൽ ഫസ്റ്റ് ഞാൻ പ്രൊജക്റ്റിൻ്റെ എന്താ പറയുക ഈ പ്രൊജക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം ഫസ്റ്റ്. ഇവിടെ എനിക്ക് ഒന്നാമത്തത് main.jsx, ഇതാണ് എൻ്റെ റൂട്ട് കോമ്പണൻ്റ് എന്ന് പറയും, അതായത് എന്താ പറയുക എൻട്രി പോയിന്റ് എന്ന് പറയും. ഇതൊരു വീറ്റ് പ്രൊജക്റ്റ് ആണ്. വീറ്റ് പ്രൊജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് main.jsx ഉണ്ടാവും. ഇതിൽ ഞാൻ ആപ്പ് എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ആണ് ഇവിടെ റെൻഡർ ചെയ്യുന്നത്.
ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും, CSS ബേസ് ലൈൻ. ഈ CSS ബേസ് ലൈൻ എന്ന കോമ്പണന്റ് മെറ്റീരിയൽ UI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഫ്രഷ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ബ്രൗസറിൻ്റെതായ ഒരുപാട് സ്റ്റൈലുകൾ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ആ സ്റ്റൈലിനൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS ബേസ് ലൈൻ എന്ന് പറഞ്ഞ ഈ കോമ്പണന്റ് യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ MUIൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ app.jsx ആണ് നമ്മളുടെ റൂട്ട് ഫയൽ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ഒരു സ്ക്രീന് മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാ കോഡും ഒരു സ്ഥലത്ത് തന്നെയാണ് എഴുതിയത്. ഈ ആപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ MUIൻ്റെ നിന്ന് ഗ്രിഡ് എന്ന കോമ്പണൻറ്റും ബോക്സ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റും പേപ്പർ കോമ്പണൻറ്റ് അതേപോലെ ഡാറ്റ ഗ്രിഡ് ഇതെല്ലാം ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കുറച്ചൊന്ന് മോഡുലർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പാർട്ട് ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റും ഇത് MUIൻ്റെ ഡാറ്റ ഗ്രിഡ് കോമ്പണൻറ്റ് അങ്ങനെയാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫയൽ അപ്ലോഡ്. ഓക്കെ, ഈ ഫയൽ അപ്ലോഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കോമ്പണൻസിൽ ഫയൽ അപ്ലോഡ്, ഇത് ജസ്റ്റ് ആ ബട്ടൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ബട്ടണും ഞാൻ MUI എന്ന് എടുത്ത കോമ്പണൻ്റ് ആണ്, എന്നിട്ട് അത് സ്റ്റൈൽ ചെയ്തതാണ്. ഓക്കെ, ഇവിടെ വിഷ്വലി ഹിഡൻ ഇൻപുട്ട്. ഇവിടെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ സ്റ്റൈൽഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽഡ് എന്ന് പറഞ്ഞ മെത്തേഡ് സ്റ്റൈൽഡ് കോമ്പണൻസ് എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്നതാണ്. MUI ബൈ ഡിഫോൾട്ട് അവരുടെ സ്റ്റൈലിംഗ് എൻജിൻ അല്ലെങ്കിൽ സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയുക ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റൈൽഡ് കോമ്പണൻസ് ആണ്. അതുകൊണ്ടാണ് അതിലുള്ള ഈ മെത്തേഡൊക്കെ നമുക്ക് MUIൻ്റെ ലൈബ്രറിയിൽ ആക്സസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ടൈപ്പ് ഫയല് ഐ വിൽ ടേക്ക് ഓൺലി CSV ഫയല്. ഇത് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോററിൽ .csv എക്സ്റ്റൻഷനുള്ള ഫയൽ മാത്രമേ കാണിക്കുള്ളൂ. അത് മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓൺ ചേഞ്ച് ഫയൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഫയൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ട്രിഗർ ആവും. അതിൽ ഞാൻ എൻ്റെ ഫയൽ ചൂസ് ചെയ്യും. പിന്നെ വേറെ ഒരു കാര്യം അറിയേണ്ടത്, ഈ .target.filesOf0 എന്തുകൊണ്ടാണ് അവിടെ filesOf0 എന്ന് ഞാൻ കൊടുത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗ് ചെയ്യാണ്. ഈ .target.files ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫയൽ ലിസ്റ്റാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഫയൽ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഈ ഫയൽ ലിസ്റ്റിൽ ഫയൽ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ആ ഫയലിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ സെലക്റ്റഡ് ഫയൽ ഉണ്ടാകുക. ഇപ്പോൾ മൾട്ടിപ്പിൾ ഫയൽസ് ആണെങ്കിൽ ആ ഫയൽ ലിസ്റ്റിൽ മൾട്ടിപ്പിൾ ആയിട്ട് കിടക്കും. ഇപ്പോൾ സിംഗിൾ ഫയൽ ആണെങ്കിൽ ആ ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഉണ്ടാകും. ആ സിംഗിൾ ഫയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ .target.filesOf0 എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഹാൻഡിൽ ഫയൽ സെലക്ഷനിൽ ഞാൻ മറ്റേ app.jsx എന്ന് ഒരു പ്രോപ്പ് പാസ് ചെയ്യുന്നുണ്ട്, ഓൺ ചേഞ്ച്. കാരണം എനിക്ക് ആ ഫയൽ സെലക്ട് ചെയ്ത ഫയൽ എനിക്ക് ഈ app.jsxലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പ് ചെയ്ത് പാസ് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക് അതെടുക്കുന്നത്. ഈ കോഡ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് മനസ്സിലാവും. ഈ കോഡിൻ്റെ GitHub URL ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ ഗിറ്റിൻ്റെ ബ്രാഞ്ച് ഈ ബ്രാഞ്ചിൽ തന്നെ ആയിരിക്കണം. feature/csv to jsr എന്നുള്ള ബ്രാഞ്ചിൽ
ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ കോഡ് കാണുള്ളൂ. വേറെ ഏത് ബ്രാഞ്ചിൽ പോയാലും നിങ്ങൾ കാണില്ല. ഓക്കെ. അപ്പം ഇതിൻ്റെ ഗിറ്റബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഹാൻഡിൽ ഫയൽ സെലക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ ഇവിടെ കിട്ടും. ആ കിട്ടുന്ന ഫയൽ നിങ്ങൾ ഈ CSV2 array എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ, അതായത് യൂട്ടിൽ മെത്തേഡാണ്. ഈ മെത്തേഡ് ഞാൻ ഇവിടെ യൂട്ടിൽസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ യൂട്ടിൽസിൽ പോയി കഴിഞ്ഞാൽ CSV2 array JS എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇതാണ് മെയിൻ പാർട്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഫയൽ കിട്ടും. പിന്നെ ഞാനിവിടെ ഒരു പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി പ്രോമിസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതല്ല. കാരണം അത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. അതിൻ്റെ യൂസ് കേസസ് വേറെയാണ്. പ്രോമിസ് എന്ന് പറയുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഡാറ്റ റിട്ടേൺ ആവില്ല. അത് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ പ്രോമിസിൽ നിങ്ങൾക്ക് ഇവിടെ റിസോൾവ് റിജക്റ്റ് രണ്ട് എന്താ പറയുക മെത്തേഡ് കിട്ടും. ഇപ്പം എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഓപ്പറേഷൻ സക്സസ് ആണെങ്കിൽ നിങ്ങൾ റിസോൾവിലേക്ക് ആ സക്സസ് ആയ വാല്യൂ കൊടുക്കും. ഇപ്പോൾ എറർ ആണെങ്കിൽ റിജക്റ്റ് വിളിച്ചിട്ട് ആ എറർ അതിലേക്ക് പാസ് ചെയ്യും. ആ പാസ് ചെയ്ത സാധനം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എന്താ പറയുക app.jsxൽ ഇവിടെ നിങ്ങൾ കോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടും. ഇവിടെ അവൈറ്റ് റിസൾട്ടിൽ അത് ഫെയിലർ ആവോ സക്സസ് ആവോ എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ നോക്കാം, ഞാൻ ഇവിടെ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. ലൈബ്രറി എന്തിനാണെന്ന് വെച്ചാൽ CSV ഫയൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. ലൈബ്രറീൻ്റെ പേരാണ് PuppaParse. ഇപ്പോൾ package.jsonൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം PuppaParse is a dependency version 5. ഓക്കെ. ഇനി PuppaParseൽ പാഴ്സ് എന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്ക് ഫയൽ കൊടുക്കുക. പിന്നെ ഈ കോൺഫിഗറേഷൻ ഒബ്ജക്റ്റ് ഇങ്ങനെ കൊടുക്കുക. കോൺഫിഗർ ഒബ്ജക്റ്റിൽ ഈ ഓരോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹെഡർ ഞാൻ ട്രൂ ആക്കി കൊടുത്തു. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. ഇത് ഞാൻ എന്താ പറയുക കോഡ് കൺസോൾ കാണിച്ചു തരാം. ഇവിടെ ബ്രൗസറിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇതെന്താണ് എന്ന് വെച്ചാൽ ഇവിടെ പാഴ്സ് എന്ന മെത്തേഡിൽ നിങ്ങൾ ആ ഫയലും കൊടുക്കും, പിന്നെ കോൺഫിഗറേഷൻ ഒബ്ജക്റ്റും കൊടുക്കും. ഇതിൽ കംപ്ലീറ്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. പാഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ന ഈ ഒരു മെത്തേഡ് കോൾ ആകും. എന്നിട്ട് പാഴ്സ് ചെയ്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഞാനത് റിസോൾവിലേക്ക് പാസ് ചെയ്യും. ആ പാസ് ചെയ്തത് എനിക്കിവിടെ ഡാറ്റയിൽ കിട്ടും. ഓക്കെ. ഇത് ഒരു array of ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താ പറയുക ഡിബഗ് ചെയ്ത് പറഞ്ഞുതരാം. അത് എങ്ങനെ എന്തിനാണ് ഇത്രയും കൺവേർഷനും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഈ CSV2 array എന്ന മെത്തേഡിൽ ഞാൻ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്ത ഫയലാണ്. ഒരു പ്രോമിസ് ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. പ്രോമിസ് റിട്ടേൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്താ പറയുക puppa.parse എന്ന മെത്തേഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഫയലും പിന്നെ അതിൻ്റെ കുറച്ച് കോൺഫിഗറേഷൻ ഒബ്ജക്റ്റും ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഈ puppa.parse എന്ന് ചോദിച്ചാൽ ഈ ഒരു ലൈബ്രറി, അതായത് PuppaParse എന്ന് പറഞ്ഞ ലൈബ്രറി, ഈ ലൈബ്രറിയാണ് ഞാൻ ഇവിടെ CSV ഫയൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പാഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറി. ഇപ്പം package.jsonൽ ഡിപ്പെൻഡൻസിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും PuppaParse version 5. ഈ PuppaParse യൂസ് ചെയ്തിട്ട് അതിൽ പാഴ്സ് എന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്കാണ് ഫയൽ പാസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോൺഫിഗറേഷൻ ഒബ്ജക്റ്റും. ഓക്കെ. ഇതിൽ ഈ കോൺഫിഗറേഷൻ എന്തിനാണ് ഈ ഹെഡർ ട്രൂ സ്കിപ്പ് എംപ്റ്റി ലൈൻ ഇതൊക്കെ കൊടുത്ത് എന്തിനാണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതെന്താ നടക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ മെത്തേഡ് കോൾ ചെയ്ത് അതിലേക്ക് ഫയൽ കൊടുത്ത് ആ ഫയൽ പാഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് CSV ഫയൽ നിങ്ങൾ കൊടുത്ത CSV ഫയൽ
പാഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് എന്ന മെത്തേഡ് കോൾ ആവും. ആ കംപ്ലീറ്റ് മെത്തേഡിൽ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് പാഴ്സ് ചെയ്ത റിസൾട്ട് കിട്ടും. എന്തെങ്കിലും എറർ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ എറർ എന്ന് പറഞ്ഞ കോൾ ബാക്കിലേക്ക് പോയിട്ട് എററിൻ്റെ റീസൺ എന്താണോ അത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി ഈ പാർട്ട് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, എൻ്റെ UI പോയിട്ട് എൻ്റെ CSV ഫയൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഈ റിസൾട്ട് ഇവിടെ ഞാൻ കൺസോൾ ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഞാൻ പിന്നെയും ബ്രൗസറിലേക്ക് പോവാണ്. ഇത് നേരത്തെ ലോഡ് ചെയ്ത ഡാറ്റയാണ്. ഇത് നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. റിഫ്രഷ് ചെയ്തു. ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. CSV അപ്ലോഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റാണ്. അതിൽ ഡാറ്റ ഉണ്ട്, എറേഴ്സ് ഉണ്ട്, മെറ്റ എന്ന് പറഞ്ഞ വേറെ ഒബ്ജക്റ്റും ഉണ്ട്. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാറിന് ഡാറ്റയാണ്. ഈ ഡാറ്റയിലാണ് നമുക്ക് പാഴ്സ് ചെയ്ത് കിട്ടുന്ന അറേ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡാറ്റേൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ എന്താ പറയുക റോസും നമുക്ക് അറേൻ്റെ ഉള്ളിലെ ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ഫയൽ നോക്കാം. ഇവിടെ ഒന്നാമത്തെ റോയിൽ ഇവിടെ 1 user1 47 user1@example.com. ഇവിടെ ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് ID 1, യൂസർ നെയിം user1 user1@gmail.com, പിന്നെ ഏജ് 47. അപ്പം ഓരോ റോയും ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡർ ട്രൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡർ ട്രൂ എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് പപ്പാഴ്സിൻ്റെ ഈ കോൺഫിഗറേഷൻ ഫോൾസ് ആയിരിക്കും. ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും CSV അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒബ്ജക്റ്റ് നോക്കുക, റിസൾട്ട് ഒബ്ജക്റ്റ് നോക്കുക, ഡാറ്റ നോക്കുക. ഡാറ്റ നോക്കുമ്പം നിങ്ങൾക്ക് അറേൻ്റെ ഉള്ളിൽ അറേ ഓഫ് ഒബ്ജക്റ്റ് അല്ല വരുന്നത്. പകരം എന്താണ് വരുന്നത്, ഓരോ ഈ മെയിൻ അറേയിൽ, അതായത് ഡാറ്റ എന്നുള്ള അറേയിൽ ഓരോ എലമെൻറ്റും വേറൊരു അറേ ആയിരിക്കും. ആ അറേയിൽ നിങ്ങൾക്ക് അറേ ഓഫ് സ്ട്രിങ് ആയിട്ട് കിട്ടുന്നത്. ഇത് ഈ ഒന്നാമത്തെ സ്ട്രിങ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെഡിങ് ID, നെയിം, ഏജ്, ഇമെയിൽ, ഇതങ്ങനെ തന്നെ ഇവിടെ സ്ട്രിങ് ആയിട്ട് കാണിക്കും. പിന്നെ രണ്ടാമത്തെ റോ അതും സ്ട്രിങ് ആയിട്ട് കാണിക്കും. മൂന്നാമത്തത് സ്ട്രിങ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതിലുള്ള ഓരോ റോസും അറേ ഓഫ് ഒബ്ജക്റ്റിന് പകരം ഈ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് നിങ്ങൾക്ക് അറേ ഓഫ് സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ ഹെഡർ ട്രൂ കൊടുത്തിട്ടില്ല എങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും. ഹെഡർ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന CSV ഫയലിൻ്റെ ഫസ്റ്റ് റോ ഹെഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ ഹെഡിങ് ആയിരിക്കും അറേൻ്റെ ഉള്ളിലെ ഒബ്ജക്റ്റിൻ്റെ ഓരോരോ കീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ കീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ റോസ് ആയിരിക്കും. അത് ഞാൻ ഇവിടെ ബ്രൗസറിൽ കാണിച്ചു തരാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഹെഡർ ട്രൂ കൊടുത്തു. ഇനി ഞാൻ ഒന്നുകൂടി ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഒന്നുകൂടി ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു അറേ കിട്ടും. ഈ ഫീൽഡ് എന്ന അറേയിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്: ID, നെയിം, ഏജ്, ഇമെയിൽ. ഈ ID, നെയിം, ഏജ്, ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒന്നാമത്തെ റോയാണ്. ഈ CSV ഫയലിലെ ഒന്നാമത്തെ റോയാണ്. ഈ ഫീൽഡ് ആയിരിക്കും എന്ത്, ഈ അറേൻ്റെ ഉള്ളിലുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രോപ്പർട്ടീസ്, അതായത് ID, നെയിം, ഏജ്, ഇമെയിൽ. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൽ അറേൻ്റെ ഉള്ളിലെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റയിൽ കൊടുത്തുള്ള ഈ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്തിന് ഇങ്ങനെ അറേ ഓഫ് ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ
ഡാറ്റ ഗ്രിഡ്, MUIൻ്റെ ഡാറ്റ ഗ്രിഡ് എന്ന കോമ്പണന്റ് നിങ്ങൾ MUIൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ഇതാണ് ഡാറ്റ ടേബിൾ. ഓക്കെ, ഇത് ഡാറ്റ ഗ്രിഡ് കോമ്പണന്റ് ആണ്. ഇതിൻ്റെ ഇവിടെ എക്സ്പാൻഡ് കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ MUI ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് MUIക്ക് കോളംസ് ഈ ഒരു ഫോർമാറ്റിലും, അതായത് ഫീൽഡ് ID, ഹെഡർ നെയിം ഈ ഒരു ഫോർമാറ്റ്, ഈ അറേ ഓഫ് ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണുന്നില്ലേ, ഈ ഒരു ഫോർമാറ്റിലും റോസ് ഈ ഒരു ഫോർമാറ്റിലും ആണ് വേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ നിങ്ങൾ കൺസോളിൽ നിങ്ങൾ കാണുന്ന സാധനം ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. ഈ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ്, ഈ അറേ ഓഫ് ഒബ്ജക്റ്റിൻ്റെ ഈ ഫോർമാറ്റ് എന്താണ്, ഈ MUIൻ്റെ ഈ റോസിൻ്റെ അതേ ഫോർമാറ്റിലാണ് ഞാൻ അവിടെ മേക്ക് ചെയ്തത്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ അവിടെ ഹെഡർ ട്രൂ എന്ന് കൊടുത്തത്. അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് അറേ ഓഫ് ഒബ്ജക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് സ്ട്രിങ് ഓഫ് അറേ ആയിരിക്കും. അപ്പോൾ അത് MUI അത് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, സ്കിപ്പ് empty lines ട്രൂ എന്ന് കൊടുത്താൽ ഏതെങ്കിലും എൻ്റെ CSV ഫയലിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് empty ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പപ്പ പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക പ്രോപ്സ്, അല്ലെങ്കിൽ ഒരുപാട് പ്രോപ്സ് അവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ പ്രോപ്പർട്ടീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ റിസൾട്ട് ഞാൻ കൺസോൾ ചെയ്തപ്പോൾ റിസൾട്ടിൽ ഡാറ്റയിലാണ് നമ്മൾ ആക്ച്വലി പാഴ്സ് ചെയ്ത സാധനങ്ങൾ ഉള്ളത്. ഈ ഡാറ്റയാണ് ഞാൻ എവിടെ കൊടുക്കുന്നത്, റിസോൾവ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ ഞാൻ കോൾ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് എനിക്ക് ആ ഡാറ്റ കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് മാനിപ്പുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ കിട്ടുന്ന ഡാറ്റയിൽ നിന്നും കോളംസും റോസും ക്രിയേറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം കോളത്തിന് ഇവിടെ ഒരു ഫോർമാറ്റ് MUIൻ്റെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കോളം എന്ന് പറയുമ്പം അതിന് ഫീൽഡ് തന്നെ ഇത് വേണം, അതേപോലെ ഹെഡർ നെയിം വേണം. വിഡ്ത്ത് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. വിഡ്ത്ത് എന്ന് പറയുമ്പം വിഡ്ത്ത് നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്താൽ ഓരോ കോളത്തിൻ്റെയും വിഡ്ത്താണ് അവിടെ കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. പക്ഷേ കമ്പൽസറി ആയിട്ട് വേണ്ടത് ഫീൽഡും ഹെഡർ നെയിമാണ്. ഈ ഫീൽഡിലുള്ള ഈ ഒരു എന്താ പറയുക, ഫീൽഡിൻ്റെ വാല്യൂം ഈ റോസിൻ്റെ ഈ കീയും മാച്ച് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് ആ പർട്ടിക്കുലർ ഫീൽഡിലേക്ക് അത് മാപ്പ് ആവുള്ളൂ. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ ഈ അറേ ഓഫ് ഒബ്ജക്റ്റിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് ഇവിടെ കണ്ടില്ലേ, ഈ എല്ലാ പ്രോപ്പർട്ടീസും എന്താ പറയുക സ്മോൾ ലെറ്ററിലല്ല ഇത് ഇരിക്കുന്നത്. ഇത് സാധാരണ എന്താ പറയുക, ഇത് ഈ ഒരു ഫോമിന് എന്തോ പേര് പറയില്ലേ, ഇത് കീസ് എല്ലാം എന്തല്ല സ്മോൾ ലെറ്റർ അല്ല. സ്മോൾ ലെറ്ററിലാണ് MUI എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ID ക്യാപിറ്റലും ID സ്മോളും എഴുതി കഴിഞ്ഞാലും ലോവർ കേസും അപ്പർ കേസും ഇവിടെ എന്താണ്, അത് അപ്പർ കേസ് ആണെങ്കിൽ ID വർക്ക് ചെയ്യില്ല. ലോവർ കേസ് ID തന്നെ വേണം, എങ്കിൽ മാത്രമേ MUI അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അത് ലോവർ കേസ് എല്ലാ ഈ റോസിൽ കിട്ടുന്ന, അതായത് ഇവിടെ കിട്ടുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ ഈ എല്ലാ പ്രോപ്പർട്ടീസും ലോവർ കേസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഇവിടെ. ഓക്കെ, അതിനെപ്പറ്റിയുള്ള ഈ കോഡാണ് ഇവിടെ ടു ലോവർ കേസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക കിട്ടുന്ന ഒബ്ജക്റ്റിലെല്ലാ
കീസും നിങ്ങൾക്ക് ലോവർ കേസിലേക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഇവിടെ കോഡ് എഴുതിയത്. പിന്നെ കോളം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡോട്ട് കീസ് ഓഫ് ഡാറ്റ ഓഫ് 0. എനിക്ക് കോളം 4 കോളം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഡാറ്റ ഓഫ് 0 ഏതെങ്കിലും ഒന്ന് എടുക്കും. അതിൻ്റെ കീസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഏജ്, ഇമെയിൽ, ID, നെയിം. അതാണ് എനിക്കിവിടെ കിട്ടുക. അപ്പോൾ 4 ഐറ്റം ഇല്ലേ. അപ്പോൾ ഓരോ ഐറ്റം അത് ഞാൻ ഫീൽഡിലേക്ക് അതിൻ്റെ ഫീൽഡിലേക്ക് മാറ്റി, അതേപോലെ ഹെഡർ നെയിമും എന്താണോ ഇവിടെ കൊടുത്തത് അതിലേക്ക് മാറ്റി, അതായത് ഏജ്, ഇമെയിൽ, ID. അതാണ് ഇവിടെ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കോളവും കിട്ടി, റോസും കിട്ടി. ഇനി ഞാനിവിടെ ഒരു യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കോൾസും റോസും ഉണ്ട്. അതിലേക്ക് ഡാറ്റ സെറ്റ് ചെയ്തു. ഡാറ്റ സെറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ എന്താ പറയുക സ്റ്റേറ്റ്, ടേബിൾ ഡാറ്റ എന്ന സ്റ്റേറ്റ് ഇവിടെ ഡാറ്റ ഗ്രിഡ് കോമ്പണൻറ്റിൻ്റെ റോസിലും കോളംസിലും പാസ് ചെയ്തു. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ ഇവിടെ കിട്ടി ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ ഗ്രിഡിലേക്ക് ലോഡാവും. വേറൊരു കാര്യം എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഡാറ്റ ഗ്രിഡ്, ഈ ഡാറ്റ ഗ്രിഡ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് യൂസ് ചെയ്യുന്നത് MUIൻ്റെ എക്സ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയിൽ നിന്നാണ്. അപ്പം നിങ്ങളതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ഗ്രിഡ് കോമ്പണൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MUI എക്സ് ഡാറ്റ ഗ്രിഡ് എന്ന് കാണാൻ പറ്റും. ഈ MUI എക്സ് ഡാറ്റ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് 3 വേർഷൻസ് ഉണ്ട്. അതായത് MUIൻ്റെ ഒരുപാട് കോർ ലൈബ്രറീസ് ഉണ്ട്. ഇപ്പോൾ ഡിസ്കവർ ദി കോർ ലൈബ്രറീസ് കണ്ടാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ UI ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. പിന്നെ ജോയ് UI, MUI സിസ്റ്റം, അല്ലെങ്കിൽ ഇവിടെ മെയിനിൽ ഇവിടെ എന്താ പറയുക പ്രൊഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MUI കോർ, MUI എക്സ്, അതേപോലെ അവരുടെ പല പ്രൊഡക്ട്സും ഇവിടെ കാണാൻ പറ്റും. ഈ MUI എക്സിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് കോമ്പണൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഗ്രിഡ്. ഈ ഡാറ്റ ഗ്രിഡിന് തന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ എന്താ പറയുക വേർഷൻസ് ഉണ്ട്. അതായത് കമ്മ്യൂണിറ്റി വേർഷൻ ഓൾവേസ് ഫ്രീ ആയിരിക്കും. ഓക്കെ, പിന്നെ പ്രോ വേർഷൻ ഉണ്ട്, അതേപോലെ പ്രീമിയം വേർഷൻ ഉണ്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ആ ഡാറ്റ ഗ്രിഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് MUI എക്സ് എന്ന് പറഞ്ഞ സാധനം ഡിപ്പെൻഡൻസി ആയിട്ട് ഇവിടെ പ്രൊജക്റ്റിന് വേണം. ഇപ്പോൾ പാക്കേജ് ഡോട്ട് JSON പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും @MUI/X ഡാറ്റ ഗ്രിഡ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് മെറ്റീരിയൽ UI അതിൻ്റെ പിയർ ഡിപ്പെൻഡൻസിയാണ്. ഓക്കെ, അതൊക്കെ ഈ ഡോക്യുമെൻ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇൻസ്റ്റലേഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എവിടെയോ അത് കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഇൻസ്റ്റലേഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പിയർ ഡിപ്പെൻഡൻസീസ്, മെറ്റീരിയൽ UI, MUI എക്സ് കോമ്പണൻസ് ഹാവ് പിയർ ഡിപ്പെൻഡൻസീസ് ഓൺ മെറ്റീരിയൽ UI. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ നൽകിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ എന്തെങ്കിലും കൺവേർഷൻ ചെയ്യുന്ന ആപ്സ് നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം. നിങ്ങൾ എങ്ങനെയാണ് പാഴ്സ് ചെയ്തത്, ഈ എന്താ പറയുക പപ്പ പാഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ലൈബ്രറിയാണ് നിങ്ങൾ യൂസ് ചെയ്തത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ ഒരു ഷോർട്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ അത് വേറെ ആൾക്കും ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്കിപ്പം ജാവാസ്ക്രിപ്റ്റിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.